കോഴിക്കോട് ടൗൺ SIക്ക് കുത്തേറ്റിരിക്കുന്നു. സ്റ്റേഷന് പുറത്ത് ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോഴാണ് സംഭവം. നിരവധി കേസുകളിൽ പ്രതിയായ പ്രമോദ് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ചായ കുടിച്ച് ചായക്കടയിൽ നിന്നും ഹോട്ടലിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. വെള്ള ടീഷർട്ട് ധരിച്ചു വന്ന അയാൾ പുറകെ പോയി ആക്രമിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതും നഗരത്തിൽ വെച്ചാണ് ഇങ്ങനെ ഒരു ആക്രമണം നടക്കുന്നത്. രാഹുൽ KV വിവരങ്ങളുമായിട്ടുണ്ട്. രാഹുൽ, അതായത് നഗരത്തിൽ പകൽ സമയത്ത് എല്ലാവരും ഉള്ള സമയത്താണ് ഈ ഒരു ആക്രമണം നടത്തുകയും ചെയ്യുന്നത്. ആദ്യം ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട്? ഇയാളെ മുൻപ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പിടികൂടിയതിന്റെ പ്രതികാരമായിട്ടാണോ, പക വീട്ടിയതാണോ? പക്ഷേ കോഴിക്കോട് ടൗൺ സ്റ്റേഷനിലെ ഗ്രേഡ് SI ആയ ഷാഫിക്കാണ് കുത്തേറ്റത്. അദ്ദേഹത്തിൻ്റെ വയറ്റിനാണ് കുത്തേറ്റത്. സ്റ്റേഷൻ അടുത്ത് തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആരോഗ്യനില അത്ര ഗുരുതരമല്ല എന്നാണ് ഡോക്ടർമാർ ഏതായാലും അറിയിക്കുന്നത്. ഉടനെ തന്നെ അദ്ദേഹത്തെ ഷാഫിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. സ്റ്റേഷൻ്റെ തൊട്ട് മുൻവശത്ത് തന്നെയുള്ള ഹോട്ടലിലാണ് ചായ കുടിക്കുന്നതിന് വേണ്ടി ഗ്രേഡ് SI വന്നത്. രംഗുൺ എന്ന ഹോട്ടലാണ്. ഇവിടെ നിന്ന് SI ചായ കുടിക്കുന്നു. ഈ നിരവധി കേസുകളിൽ പ്രതിയായ ആളാണ് പ്രമോദ്. നേരത്തെ ജില്ലാ കളക്ടറുടെ കാർ ആക്രമിച്ച കേസിൽ, മറ്റൊരു പോളിംഗ് സ്റ്റേഷനിൽ അതിക്രമം നടത്തിയ കേസിലൊക്കെ പ്രതിയായ ആളാണ്. ഈ ഹോട്ടലിൽ ഇവിടെ ഇരുന്നു കൊണ്ട് SI ചായ കുടിക്കുന്നു. ഈ സമയത്ത് പ്രമോദ് ഇവിടെ ഉണ്ടായിരുന്നു. ഹോട്ടലിലെ സപ്ലയർമാരോട്, ജീവനക്കാരോട് പ്രമോദ് തർക്കിക്കുന്ന വിധത്തിൽ ശബ്ദമുണ്ടാക്കി. ഈ സമയത്ത് SI ഇടപെട്ട് ഇവിടെ ശബ്ദമുണ്ടാക്കരുത്, പൊതുസ്ഥലത്ത് ശബ്ദമുണ്ടാക്കരുത്, അതുപോലെ ഹോട്ടലിൽ കടയുടെ അകത്ത് ശബ്ദമുണ്ടാക്കരുത് എന്നടക്കമുള്ള താക്കീത് നൽകി. അതിനുശേഷം പ്രമോദ് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. ചായ കുടിച്ച് SI ഷാഫി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് വളരെ പെട്ടെന്ന് ഇയാൾ ഓടി വന്ന് SI ആക്രമിച്ചത്. ഇയാളുടെ കൈവശമുണ്ടായിരുന്ന കത്തിയാണോ, അല്ലെങ്കിൽ ആ ചെറിയ സമയം കൊണ്ട് തൊട്ടടുത്ത് നിന്ന് സംഘടിപ്പിച്ച കത്തിയാണോ എന്ന് ഏതായാലും വ്യക്തമല്ല. ഈ കത്തി ഉപയോഗിച്ചുകൊണ്ട് SIയുടെ വലതിൻ്റെ വലതുവശത്താണ് കുത്തിയത്. ഇതിനുശേഷം ഇയാൾ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഏകദേശം ഒരു 200 മീറ്ററോളം ഇതിലൂടെ തന്നെ ഓടുകയും ചെയ്തു. മാർക്കറ്റിനടുത്ത് വെച്ച്, അതായത് കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിനടുത്ത് വെച്ചാണ് പ്രതിയെ നാട്ടുകാരും അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന ചുമട്ടുതൊഴിലാളികളൊക്കെ ചേർന്ന് ഓടി പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. ഈ മാവോയിസ്റ്റ് പ്രമോദ് എന്ന പേരിലൊക്കെയാണ് പ്രമോദ് പൊതുവെ ഈ നാട്ടിൽ അറിയപ്പെടുന്നത്. ഒട്ടനവധി കേസുകളിൽ പ്രതിയാണ്. ഒപ്പം മദ്യപിച്ചൊക്കെ പ്രശ്നമുണ്ടാക്കുന്ന ആൾ കൂടിയാണ് എന്ന് നാട്ടുകാരടക്കം പറയുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നു, ലോട്ടറി വിൽപ്പനയൊക്കെ നടത്തിയിരുന്നു. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജില്ലാ കളക്ടറുടെ കാർ ആക്രമിച്ച കേസിലടക്കം നിരവധി കേസുകളിൽ ഉൾപ്പെട്ട പ്രതിയാണ് ഏതായാലും SI ആക്രമിച്ചത്. ഈ SI മുൻപ് ഇയാളെ പിടികൂടിയതിൻ്റെ വൈരാഗ്യത്തിലൊന്നുമല്ല, ഈ ചായക്കടയിലുണ്ടായ നിസ്സാര പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഏതായാലും കത്തി ഉപയോഗിച്ചുകൊണ്ട് SIയുടെ വയറ്റിൽ കുത്തി പരിക്കേൽപ്പിച്ചത്. വയറ്റിൽ അത്യാവശ്യം നല്ല മുറിവുണ്ട്. SI ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. പ്രതി പ്രമോദിനെ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. മടങ്ങിയെത്താൻ രാഹുൽ സൂചിപ്പിച്ച പോലെ തന്നെ അയാൾ പരാക്രമം കാണിക്കുന്നതിനൊപ്പം തന്നെ എന്തൊക്കെയോ പോലീസിനെതിരെ പറയുകയും ചെയ്യുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാം. ഇടിവീരന്മാരെ നിലയ്ക്ക് നിർത്തുക, പിണറായി പോലീസിനെ നിലയ്ക്ക് നിർത്തുക, ഇടിവീരന്മാരെ നിലയ്ക്ക് നിർത്തുക, സായുധ വിപ്ലവം മാവോയിസം സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, മർദ്ദക വീരന്മാരെ നിലയ്ക്ക് നിർത്തുക, ഇടിവീരന്മാരെ നിലയ്ക്ക് നിർത്തുക, ബാക്കിക്കുള്ളിലെ ഭീകരത അവസാനിപ്പിക്കുക. രാഹുൽ, ശരിക്കും ഇയാൾക്ക് മാവോയിസ്റ്റുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? മറ്റൊരു കാര്യം, ഈ ടൗൺ പോലീസ് സ്റ്റേഷന് മുൻപിലാണോ ഈ ഹോട്ടലും? അവിടെ വെച്ച് തന്നെയാണ്, പോലീസ് സ്റ്റേഷന് അടുത്ത് വെച്ച് തന്നെയാണ് ആക്രമണം ഉണ്ടായത്? പക്ഷേ അതെ, പോലീസ് സ്റ്റേഷന് തൊട്ട് മുൻവശത്താണ്. നമുക്കൊന്ന് ദൃശ്യങ്ങളിലേക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. പോലീസ് സ്റ്റേഷൻ, നഗരം പോലീസ് സ്റ്റേഷൻ എന്നുള്ള കവാടം അവിടെ കാണാൻ കഴിയും. പിന്നീട് റോഡാണ്, സെൻട്രൽ മാർക്കറ്റിലേക്ക്, കോടതിയിലേക്ക് അടക്കം പോകുന്ന റോഡാണ്. അത് തൊട്ടിപ്പുറയാണ് രംഗൂൺ എന്ന് പറയുന്ന ഹോട്ടൽ. കോഴിക്കോട് സംബന്ധിച്ച് രംഗൂൺ ഹോട്ടൽ അത്യാവശ്യം പ്രശസ്തമായൊരു ഹോട്ടലൊക്കെ തന്നെയാണ്. തൊട്ടടുത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. ഇയാൾ എന്തുകൊണ്ടാണ് ഈ മാവോയിസ്റ്റ് അനുകൂല മുദ്രാവാക്യം മുഴക്കിയത്, പോലീസിനെതിരെ മുദ്രാവാക്യം മുഴക്കിയത് എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല. കാരണം ഇങ്ങനെ സ്ഥിരമായി കുറ്റകൃത്യങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ഒരാൾ കൂടിയാണ്. നമുക്ക് ഹോട്ടലിലെ ആളുകളോട് പ്രതികരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ ആ സമയത്ത് ഇവിടെ ഉണ്ടായില്ലേ? ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു, ബേക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവൻ്റെ സൗണ്ട് ഉറക്കം സംസാരിച്ചപ്പോൾ SI സാർ കൊണ്ട് ചാടിക്കുകയായിരുന്നു. അപ്പോൾ സൗണ്ട് കുറയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ SI സാറിനെതിരായിട്ട് നീ ആരോട് പറയാമെന്നൊക്കെ പറഞ്ഞപ്പോൾ സാറിൻ്റെ മേലേക്ക് അവനെ പ്രകോപനം കൊണ്ടപ്പോയി. അപ്പോൾ സാറൊന്ന് അങ്ങോട്ടും പോടാന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ പോയി. പിന്നെ സാറ് ചായ കുടിച്ച് പോകുമ്പോൾ റോഡിനെ സെൻട്രലിൽ എത്തിക്കുന്നത്. അപ്പോൾ ബാക്കിൽ കൂടി വന്നിട്ട്
സാറിനെ കത്തിയെടുത്തിട്ട് സാധാരണ സാറ് എല്ലാ സമയത്തും വരുന്നതാണ്. അപ്പോൾ സാറിൻ്റെ ബാക്കിൽ കൂടി പോയിട്ട് കത്തിയെടുത്ത് വയറിനെ കുത്തി. പ്രമോദിനെ നേരത്തേക്ക് അറിയുന്നതാണോ? അവരൊക്കെ ഉണ്ടാവലുണ്ട്, ഈ സൈഡിലൊക്കെ ഉണ്ടാവുന്നുണ്ട് ആള്. ഇവിടെ വണ്ടി ഓടിക്കലും ഇവിടെ ലോട്ടറി കച്ചവടമൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. 3 പ്രാവശ്യം അടിച്ച് തകർത്താക്കിന്നൊക്കെ പറയുന്നുണ്ട്. എന്നെ 3 പ്രാവശ്യം തല്ലിന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ സ്ഥിരം ക്രിമിനലാണല്ലോ, അതാവാനാ സാധ്യത. എൻ്റെ ഒരു പ്രതികാരം എന്നുള്ളതിലാണ്. ഏതായാലും നിങ്ങളെ ഹോട്ടലിന്റെ തൊട്ട് മുൻവശത്ത് വെച്ച് പട്ടാപ്പകലെങ്കിൽ സംഭവം സംഭവിച്ചത്. അതും SI-നെ ടൗൺ സ്റ്റേഷന് മുമ്പിലാണല്ലോ. അത് യൂണിഫോമിലാണ്, അല്ലാണ്ട് അറിയാണ്ട് കുത്തിയതൊന്നുമല്ല. ജനകീയനാണ്, എല്ലാ ആളുകളായിട്ട് SI സാർ എല്ലാം ജനകീയനാണ്. ഒരു പ്രശ്നത്തിനും അങ്ങനെ സ്ട്രോങ് ഇല്ലാത്ത ആളാണ്, സ്ട്രോങ് ഇല്ലാത്ത ഒരാളാണ്. അങ്ങനെ ഒരുപാട് ഇതിലൊന്നും അങ്ങനെ പ്രതികരിക്കുന്നില്ല. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഉണ്ടല്ലോ ഇടപെടലുള്ളൂ. അറിയാണ്ട് കുത്തിയതൊന്നുമല്ല. പ്രമോദിനെന്തോ മുൻവൈരാഗ്യം കൊണ്ട് ഉണ്ടോയെന്നുള്ള അറിയില്ല, എന്തെങ്കിലും ചെയ്തത് അറിയില്ല. നിങ്ങളേതായാലും കണ്ടോണ്ടിരിക്കുകയായിരുന്നു അല്ലേ? നമ്മൾ ഇവിടെ ഉണ്ട്, ഇവിടെ നടുന്ന് ഞങ്ങളെ ഓനെ ഓടിച്ച് പിടിച്ച ആ സമയത്ത് മാർക്കറ്റിലേക്ക് ഓടി. ഇയാളെ നേരത്തെ പരിചയമുണ്ടോ? അറിയുന്നതാണോ ഈ പ്രമോദിനെ? അറിയുന്ന ആളല്ല, ഷാഫി സാറിന് അറിയുള്ളൂ. അല്ലാണ്ട് ഇവരെ അറിയില്ല. മട്ടക്കാരനാണ്, നല്ല ആളാന്നറിയാം, പരിചയം ഉണ്ടെന്നറിയാം ഷാഫി സാറെ. SI പറയാ. ശരി, രാഹുൽ ഇടപെടുകയാണ്. കോഴിക്കോട് ടൗൺ SIക്കാണ് കുത്തേറ്റിരിക്കുന്നത്. അദ്ദേഹത്തെ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ ശബ്ദം വെച്ച് ചായ കുടിക്കുക, ഹോട്ടലിൽ ബഹളം വെച്ചതിനെ തുടർന്നാണ് ഈ പ്രമോദിന് താക്കീത് നൽകിയത്. അയാളോട് പോലീസ് ഒച്ച വെക്കരുത്, ശബ്ദം വെക്കരുതെന്ന് പറഞ്ഞു. അതിനെതിരെയാണ്, അതിന് തൊട്ടു പിന്നാലെയാണ് ആക്രമണം നടക്കുന്നത്. കത്തികൊണ്ട് വയറ്റിൽ കുത്തി പുറകിൽ ഓടിച്ചെന്ന്. ഒപ്പം തന്നെ പോലീസിനെതിരെ പോലീസ് ഭീകരത അവസാനിപ്പിക്കുമെന്ന് മുദ്രാവാക്യം മുഴക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പോലീസ് പിടികൂടിയതിനു ശേഷം രാഹുൽ KV വിവരങ്ങൾ നൽകിയത്.